ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് പ്രത്യേകിച്ചൊരു കണ്ടൻറ്റിനെ പറ്റിയിട്ട് പറയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാൻ ഷോർട്സ് വീഡിയോസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇന്നെനിക്ക് ഒരു ഇഷ്യൂ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലിപ്പോൾ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഭയങ്കരമായിട്ടുള്ള വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതുവരെ ബിഗ് ബോസ് കാണാത്ത ആൾക്കാരെ വരെ ബിഗ് ബോസ് കാണിപ്പിച്ച, അതായത് ആ ഒരു എപ്പിസോഡ് കാണിപ്പിച്ച TRP റേറ്റ് കൂട്ടിയ ആ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോയ്ക്ക് എതിരായിട്ട് ഒരുപാട് കമൻസ് ചിലപ്പോൾ താഴെ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഞാൻ അതൊന്നും മൈൻഡ് ആക്കണില്ല. ഇതെൻ്റെ ചാനലാണ്. സോ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. മോശമായിട്ടുള്ള ഭാഷയിലല്ലാതെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അപ്പം ഇതിന് താഴെ വന്ന് ബാഡ് കമൻസ് ഇടാനാണ് വരുന്നതെങ്കിൽ ഞാൻ കമൻസ് ഡിലീറ്റ് ആക്കുന്നതായിരിക്കും. സോ നല്ല കമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാം, പക്ഷെ അത് മോശമായിട്ടുള്ള രീതിയിൽ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും കൂടുതൽ ഞാൻ വളച്ചൊടിക്കണില്ല. നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ നമുക്ക് പ്രമോനെ കുറിച്ച് പറയാം. ആ ഒരു പ്രമോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കുറേ പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലായാലും ഫുട്ടായാലും ഇങ്ങനെ കമൻസ് ആയിരുന്നു അനുമോൾക്ക് എതിരായിട്ട്. ഞാൻ കണ്ടതിൽ മിക്കവാറും ഞാൻ കണ്ട വീഡിയോസിൽ എല്ലാം തന്നെ അനുമോൾക്ക് എതിരായിട്ടുള്ള കമൻസ് ആയിരുന്നു കേട്ടോ. കുറേ പേര് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് എതിരായിട്ടുള്ളതല്ല, അനുമോൾക്ക് ഒരുപാട് PR ഉണ്ട്, PR വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഇങ്ങനെ കമൻറ്റ് ചെയ്ത് അനുമോൾക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുവാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് ഗോസിപ്സ് പല വലിയ ചാനൽസിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ കണ്ടത് അതിൽ മൊത്തം അനുമോൾക്ക് എതിരായിട്ടുള്ള കമൻസാണ് കേട്ടോ. ഒരുപാട് പേര്, പ്രശസ്തരായ ആൾക്കാർ വരെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് താഴെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഇന്നലത്തെ ലാലേട്ടൻ്റെ ആ ഒരു ഷോ ഓഫ് കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനൊരു ലാലേട്ടൻ ആരാധിക തന്നെയാണ്. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആസ് എ ലൈവ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. എൻ്റെ അഭിപ്രായം മറ്റു ചിലർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നാം. ബട്ട് എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ആ ഒരു പ്രൊമോ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതേ ഗാംഭീര്യത്തോടെ ലാലേട്ടൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, അതായത് അവിടെ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്, അക്ബറായാലും ഷാനവാസ് ആയാലും അതുപോലെ അപ്പാനി ശരത്തായാലും ഇവരെല്ലാവരും അവിടെ ഇതിലും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ആര്യൻ ഉൾപ്പെടെ, ജിസേൽ ഉൾപ്പെടെ. അപ്പോൾ ജിസേൽ ഒരുപാട് സാധനങ്ങൾ, മേക്കപ്പ് പ്രോഡക്ട്സ് ബിഗ് ബോസിൻ്റെ അനുവാദം കൂടാതെ യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ജിസേൽ. എന്നിട്ട് ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു ഭയങ്കരമായ രൗദ്രഭാവം എന്തുകൊണ്ടാണ് അനുമോൾക്ക് നേരെ മാത്രം ലാലേട്ടൻ പ്രയോഗിച്ചത്? അതിന് പിന്നിൽ എന്തെങ്കിലും സൈക്കോളജിക്കലി ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്തെ സംശയത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത്രയും എപ്പിസോഡ്സ് കണ്ടു. എനിക്ക് തോന്നുന്നു ഫിഫ്ത്ത് വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫിഫ്ത്ത് വീക്ക് ആവുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ മോഹൻലാൽ, അതായത് ലാലേട്ടൻ ആകെ രൗദ്രഭാവത്തിൽ കണ്ട ഒരു എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡും പിന്നെ അന്ന് അനീഷിനോട് ചെറിയൊരു ചൂടായ എപ്പിസോഡുമാണ്. അപ്പോൾ ഈ രണ്ട് പേരും ഇവർക്കറിയാം, അല്ലെങ്കിൽ ബിഗ് ബോസിനറിയാം ഈ രണ്ട് പേർക്കും പുറത്ത് പോസിറ്റീവാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കുറേ ഫാൻസ് ഇവർക്കുണ്ട്, വോട്ടുണ്ട് എന്നുള്ള കാര്യം ബിഗ് ബോസിനറിയാം. ലാലേട്ടൻ അറിയാമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ബട്ട് ബിഗ് ബോസുകാർക്കറിയാം. അപ്പോൾ അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കുമല്ലോ ലാലേട്ടൻ വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്റ്റ്. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു വ്യക്തി, അല്ലെങ്കിൽ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു വ്യക്തി മൊത്തം ലൈവും എപ്പിസോഡും ഇരുന്ന് കാണാൻ എന്തായാലും മുതിരില്ല എന്ന് കോമൺ സെൻസുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും. അത് എനിക്കും മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും കണ്ടിട്ടല്ല ലാലേട്ടൻ ഈ വന്ന് സംസാരിക്കുന്നത്. എങ്കിലും അദ്ദേഹം ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. കാരണം ഇതിനു മുൻപ്
ഇതിന് മുൻപുള്ള ആഴ്ചകളിൽ അല്ലെങ്കിൽ ഈ ഒരു വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുമ്പുള്ള ആഴ്ചകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് പോലും, അതായത് സാധാരണ ഒരാൾക്ക് പോലും ലൈവ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അത്രയ്ക്കും അരോചകമായിട്ടുള്ള റാഗിങ് പോലെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അനുവിനെ. ബാക്കി എല്ലാവരും മീൻസ് അപ്പാനി ശരത്തും ആ ഒരു ഗ്യാങ്ങും കൂടെ കണ്ടമാനം ടോർച്ചറിങ് ആയിരുന്നു ആൾക്ക് കൊടുത്തിരുന്നത് അനുവിന് നേരെ. അപ്പം അതൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞത്, ആ ഒരു ആഴ്ച വന്നിട്ട് ലാസ്റ്റ് അന്ന് അനുവിനെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് ദേഷ്യപ്പെട്ടു. അനുമോളടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഗെയിമാണ്, ഗെയിമിൽ ഇങ്ങനെയാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഗെയിമാണ്, ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റിലെടുക്കണം എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് ഇന്നലെ വന്ന് ഈ ഒരു ഇഷ്യൂവിൽ ഇത്രയും രൗദ്രഭാവത്തിൽ എടുത്തത്? ഇതുപോലെ ബാഡ് കാര്യങ്ങൾ മറ്റു ടീമുകാർ പറഞ്ഞിട്ടില്ലേ? ഇപ്പം തന്നെ അനുമോളുടെ ലവറിനെ പറ്റിയിട്ടും പുറത്തുള്ള ലവറിനെ പറ്റിയിട്ടുള്ള വിഷയവും വരെ ആരും അനുമോളോട് ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ ഇതൊക്കെ ശരിയാണോ? ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം ശരിയാണോ? എന്തുകൊണ്ട് അവരെ ഒന്നും പറയുന്നില്ല? ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇതും ബിഗ് ബോസിൻ്റെ ഒരു കളിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അനുമോൾക്ക് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ലാലേട്ടൻ ഒരുപാട് അല്ലെങ്കിൽ ഇങ്ങനെ രൗദ്രഭാവത്തിൽ സംസാരിക്കുന്ന കാണുമ്പോൾ കുറേ ആളുകൾക്ക് സിമ്പതി തോന്നി അനുമോൾക്ക് വോട്ട് കൂടാം, അറിയാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. കാരണം എന്നെപ്പോലെ ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ബാക്കി ഇത്രയും പേര് ഇത്രയും തെറ്റ് ചെയ്തു, വൻ ചീത്ത വാക്കുകൾ വിളിച്ചു, അവരെ ഒന്നും ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് ഇങ്ങനൊരു സംഭവം ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയം വന്നപ്പോൾ ലാലേട്ടൻ വല്ലാണ്ടങ്ങ് ഫീലായി പ്രതികരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വരാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ഈ ഒരു വിഷയത്തിന് ശേഷം ലാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു എന്നുള്ളൊരു വിഷയത്തോടെ അനുമോളെ ഫാനായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ അനുമോളുടെ ഫാൻസ് എന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാറാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ അത് അനുമോൾക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആകും, അല്ലെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു നോമിനേഷൻ, ഈ വരുന്ന നോമിനേഷനിലും മിക്കവാറും അനുമോൾ കാണും. അപ്പോൾ നമുക്ക് വോട്ടിങ്ങിൻ്റെ ബേസിസിൽ മാത്രമേ ഇതെന്തായി, അല്ലെങ്കിൽ ആൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്ന ഇന്നലത്തെ ആ ഒരു പ്രൊമോയിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ലാലേട്ടനെ ഒരുപാട് പ്രശംസിച്ചിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് കണ്ടിട്ടാണ് എന്നെനിക്കറിയില്ല. ഒരാൾ പോലും എന്തുകൊണ്ട് ലാലേട്ടൻ ബാക്കിയുള്ള വിഷയത്തിൽ ഇതുപോലെ രൗദ്രഭാവത്തിൽ വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ബട്ട് എനിക്കതാണ് ചോദിക്കേണ്ടത്, ഇതേ ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ നേരെ എടുത്തില്ല? ഇതിലും മോശമായിട്ടുള്ള, ഇപ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ, ഷാനവാസ് ജിസേലിൻ്റെ വസ്ത്രധാരണത്തിനെ പറ്റി പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട് ഫസ്റ്റ് വീക്കിൽ, എന്തുകൊണ്ട് അതൊന്നും ചോദ്യം ചെയ്തില്ല? അപ്പോൾ എന്താണടേ ഒരാളുടെ നേരെ മാത്രമായി എറിയുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ എത്ര ആഴ്ച, 5 ആഴ്ചയാണോ 4 ആഴ്ചയാണോ, ആ മൊത്തം ആഴ്ചയിലും ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുമോളോട് മാത്രം ചൂടാവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സാധാരണ അതിൻ്റെ ഉള്ളിലുള്ള പ്ലെയേഴ്സാണ് ടാർഗറ്റ് ചെയ്യാൻ മിടുക്കര്. പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു റിവ്യൂ ഇടണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. പിന്നെ മസ്താനിയുടെ ഇഷ്യൂ അതുപോലെ ഇതിൻ്റെ കൂടെ നടന്ന കാര്യമാണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. മസ്താനി നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവിടെ വന്ന് എല്ലാവരും സുഖവിവരവും കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവരെ സോപ്പിട്ട് നിൽക്കുന്നതല്ല ഗെയിം എന്ന് പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ ചൊറിച്ചിലുണ്ടാക്കി ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗെയിം. എല്ലാ ആൾക്കാരും മസ്താനിക്കെതിരായിട്ട് മസ്താനി അങ്ങനെയാണ്, മസ്താനി ഔട്ടാക്കണം. പിന്നെ എന്താണ് ഗെയിം? ഒരാൾ ഔട്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് തന്നെയാണ് ഗെയിം എന്ന് പറയുന്നത്. കാരണം അവസാനം ഒരാൾ മാത്രമേ വിജയിക്കുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് കുടുംബസമേതം അങ്ങ് വിജയിച്ച് പോകാനൊന്നും പറ്റത്തില്ല. ബിഗ് ബോസ് ഷോയിൽ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പാനി ശരത്ത് എന്ന് പറയുന്നത് ഒരു ബ്രില്യൻ ഗെയിമറാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം അവിടെ നിന്ന് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തായിരുന്നു തുടക്കം തൊട്ടേ നിന്നത്. ഒന്നുകിൽ അനീഷ് അല്ലെങ്കിൽ അനു, അല്ലാതെ വേറെ ആരുമായിട്ടും ഗെയിം കളിക്കാൻ ആൾ തയ്യാറല്ലായിരുന്നു. അപ്പോൾ തന്നെയാണ് ആളുടെ തോൽവി ഉറപ്പിച്ചതാണ്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ചു ആൾ അധികം വീക്കൊന്നും പോകത്തില്ല. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വേറെ ആയിരിക്കും. അസ് എ സാധാരണക്കാരി കോമണർ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട്, എൻ്റെ വീഡിയോയിലല്ല പല വീഡിയോസിലായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ എന്തുകൊണ്ടാണ് ബാക്കി എല്ലാത്തിനും ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ കാണിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ട് ജിസയിൽ ആരും പ്രശ്നത്തിൽ ആ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല, വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ ഇനി കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കാര്യം വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജിസയിലിന് ആരെയും ഇരട്ടി പ്രശ്നമായിരിക്കും വരാൻ പോകുന്നത്. കാരണം അങ്ങനത്തെ രീതിയിലാണ് വീഡിയോ പോകുന്നത്. കാരണം ഇങ്ങനെ ആര്യൻ വരുന്നതും കിടക്കുന്നതൊക്കെ കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുക വേറെയാണ്. ഓക്കെ, ഇപ്പോൾ അനിമോളെപ്പോലുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കുക മറ്റേത് തന്നെയായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും മിക്കവാറും ആ വീഡിയോ കാണിക്കാത്തത്. ആര്യനും ജിസേലിനും മാത്രമേ അറിയാവൂ, പിന്നെ അവർ ക്യാമറാസിനും മാത്രമേ അറിയാവൂ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കിസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അത് നമുക്കെന്തായാലും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കും അത് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആരും ലൈവിലും കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ടെലികാസ്റ്റിലും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഗെയിം പ്ലാനാണ്. ചിലപ്പോൾ എനിക്കത് തോന്നിയത് അനുവിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കും. അനുമോൾ ചിലപ്പോൾ ജിസേലിനും ആര്യനും എതിരെ സൈക്കോളജിക്കലി ഇങ്ങനെ പറഞ്ഞ് അവരെ ഡൗണാക്കാൻ നോക്കിയതായിരിക്കും. അത് നമുക്ക് ഗെയിമെന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് ലാലേട്ടാണ് ഗെയിം മാറ്റി അതൊരു മെയിൻ അയാളെ മോശമായി പറഞ്ഞു, നാണമുണ്ടോ നീ, അതാണ് ഇതാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അത് അനിമോളുടെ ഗെയിമിൻ്റെ പാർട്ടായിരിക്കും. എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? അനിമോളെ എന്തുമാത്രം ഇവരൊക്കെ ടോർച്ചർ ചെയ്തു, ആ സമയത്ത് ലാലേട്ടൻ ഗെയിമാണെന്ന് പറഞ്ഞു. അനിമോൾക്ക് തിരിച്ച് ചോദിക്കാൻ വേണമെങ്കിൽ ഇതെൻ്റെ ഒരു ഗെയിമാണ് ലാലേട്ട എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. ബട്ട് ആളതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. ഇതെന്താ ഗെയിം, എന്താ ബിഗ് ബോസ്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഭയങ്കരപ്പെട്ടൊരു മൈൻഡ് ഗെയിം ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, ഒരാളെ അധികമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അധികമായിട്ട് ഫാനാവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് ഒരാളും ഫാനല്ല. ബട്ട് എനിക്ക് അനിമോളെ ഇഷ്ടമാണ്. അനിമോളുടെ ആ ഒരു ബിഹേവിയർ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയറാണ്. മെച്യൂരിറ്റി കുറഞ്ഞിട്ട് ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. അത് സാധാരണ പെൺകുട്ടികളിൽ ചില പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റുമോ അവരങ്ങനെ ആവരുതെന്ന്? അതുപോലെ ആര്യൻ എപ്പോഴും പറയുന്നത് ആൾ ചൈൽഡിഷാണെന്ന്. അത് എല്ലാവർക്കും തോന്നണ്ടേ? അപ്പോൾ അനിമോളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്, ആര്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ആര്യൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ അനിമോളത് തിരിച്ച് ഇങ്ങനെ ഒരു പ്രതികരിച്ചത് വേണം എങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്തായാലും ആസ് എ പാർട്ട് ഓഫ് ഒരു ബിഗ് ബോസ് വ്യൂവർ എന്ന നിലയ്ക്ക് ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തതിൻ്റെ റീസൺ, ബാക്കി ആരോടും ചെയ്യാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ബാക്കി ആരും തെറ്റ് ചെയ്തിട്ട് ലാലേട്ടൻ കാണിക്കാത്ത ഒരു വികാരം അനിമോൾക്ക് നേരെ മാത്രം ഉപയോഗിച്ചതിനോട് എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. അത്രയേ ഉള്ളൂ. അതിപ്പോൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ട് നാളെ ഞാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.